ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ പായസം റെസിപ്പി ആയിട്ടാണ്. കൊഴുക്കട്ട പായസം. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത്ര മതിയാകും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വരട്ടെ. നെയ്യ് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം, മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നതാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് 2 കൈയിലും വെച്ചിട്ട് ഉരുട്ടി ബോൾസ് റെഡിയാക്കാം. ചെറിയ ബോൾസാണ് കേട്ടോ നല്ലത്, കാണാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും നല്ലത് ചെറിയ ബോൾസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിയിട്ട് നമുക്ക് ബോൾസ് റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് പണിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വേണ്ട, ആരെങ്കിലും സഹായത്തിന് വിളിച്ചോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത്രയും ബോൾസ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം ഒരേ സൈസൊന്നുമല്ല, പക്ഷേ എല്ലാം ചെറുത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇത് അടച്ച് വെക്കാം, തുറന്ന് വെക്കാതെ നമുക്കിത് അടച്ച് വെക്കാം. ഇവിടെ ഒരു സോസ് പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ട് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, റൈസ് ബോൾസ്, അത് നമുക്കിതിലേക്ക് ഇതിനി നമുക്കൊന്ന് അടച്ചു വെക്കണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിയാണെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് പാല് തിളപ്പിച്ചെടുക്കാം.
പാലിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അരിപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ പാലിൽ കലക്കിയതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തയുടൻ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ചൂടായ പാലിലേക്ക് അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ട കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അരിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടിക്ക് പകരം റവ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. പാൽ ഇനി ഇവിടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ പായസം കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ഒഴിക്കാൻ പാടില്ല. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം പാലിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട പായസം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമേ ഇല്ല. ഒരു റിച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ പായസം കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അടുത്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്